സ്കൂള് പൊതുബോധമുണ്ടാക്കാനുള്ള സ്ഥാപനമാണ്. നിങ്ങളുടെ നാട്ടിലെ മതതീവ്രവാദം പോലെ മതതീവ്രവാദത്തിനോടൊപ്പം ഒരു ലേശം പൊതുബോധം നിങ്ങൾ ഉണ്ടാക്കണ്ട. അതൊന്നും ഞങ്ങളുടെ രാജ്യത്തിൽ അനുവദനീയമല്ല. ഇനിയും അതല്ല, ഞങ്ങൾ നാളെ മരിച്ചു ചെന്ന് കഴിഞ്ഞാൽ മതനിയമം തെറ്റിച്ചതിന്റെ പേരിൽ അള്ളാഹുവിനോട് സമാധാനം പറയേണ്ടി വരും. അങ്ങനെ ഒരു ഭയം നിങ്ങൾക്കുണ്ടെങ്കിൽ അങ്ങനെ കുട്ടികളെ സ്കൂളിൽ വിടുന്നില്ല, ID കാർഡ് എടുക്കുന്നില്ല, ഫോട്ടോ എടുക്കുന്നില്ല, കുട്ടികൾ വീട്ടിനകത്തിരുന്നിട്ട് മതം മാത്രം പഠിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ പോയി കിടന്നു മാതാപിതാക്കൾ. 5 വർഷം വരെ ഫ്രാൻസിന്റെ തടവറ വിശാലമാണ്. പിന്നീട് ഈ ഫ്രാൻസിന്റെ ആളാണ് എന്ന് പറഞ്ഞ് നിങ്ങളോട് നിൽക്കണ്ട, പൗരത്വവും ഇങ്ങനെ തന്നേക്ക്. ഞങ്ങൾ തന്നതല്ലേ, ഞങ്ങൾ തന്ന ഔദാര്യമല്ലേ നിങ്ങളുടെ പൗരത്വം. ഇനി നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല. പിന്നെ ഇതാണ് കാക്കാമാരുടെ ഉച്ചയ്ക്ക് അടി കിട്ടിയ നിയമം. മദ്രസകൾ അടച്ചു പൂട്ടിക്കോ. നിങ്ങളുടെ നാട്ടില് മദ്രസകളും മതസ്ഥാപനങ്ങളും മസ്ജിദുകളും വർദ്ധിച്ചു വരികയും അതിനകത്ത് ആയുധശേഖരങ്ങൾ വർദ്ധിപ്പിക്കുകയും ഭീകരവാദത്തിനും യുദ്ധത്തിനും വേണ്ടുന്ന എല്ലാ കോപ്പുകളും നിങ്ങൾ അവിടെ സൂക്ഷിക്കുകയും ചെയ്ത് അവിടെ ഭീകരന്മാരെ നിങ്ങൾ ഒളിച്ചു താമസിപ്പിക്കുകയും ചെയ്ത രാജ്യത്തിന്റെ അടിസ്ഥാനം തോണ്ടിയതുപോലെ ഞങ്ങളുടെ രാജ്യത്ത് അത് നടപ്പിലില്ല മക്കളെ. അതുകൊണ്ട് മദ്രസകൾ മുഴുവനും അടച്ചുപൂട്ടി താക്കോൽ ഫ്രാൻസിന്റെ അധികാരികളിൽ ഏൽപ്പിക്കണം. നിങ്ങൾക്ക് മതം പഠിച്ചേ പറ്റൂന്ന് നിർബന്ധമുണ്ടോ? ആ മതപഠനത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സിലബസ് ഉണ്ടല്ലോ, ഫ്രാൻസിന്റെ സർക്കാർ കാണണം. എന്താണ് കുട്ടികൾ പഠിക്കുന്നത്? മൂല്യബോധമുള്ള വിദ്യ തന്നെയാണോ കുട്ടികൾ പഠിക്കുന്നത്? അതോ അപരന്റെ കഴുത്ത് വെട്ടാനാണോ പഠിക്കുന്നത്? അതോ ഇരുമ്പ് നിക്കറിട്ടി കുഞ്ഞുമക്കളെ പൊട്ടിത്തെറിപ്പിക്കാനാണോ പഠിപ്പിക്കുന്നത്? ഞങ്ങളുടെ തല കൊയ്യാൻ പഠിപ്പിക്കുന്ന മത വിദ്യാഭ്യാസമൊന്നും ഞങ്ങളുടെ നാട്ടിൽ വേണ്ട. അതുകൊണ്ട് നിങ്ങൾ എന്താണ് പഠിപ്പിക്കാൻ തീരുമാനിക്കുന്നത് എന്നതിന്റെ സിലബസ് മാനുവലായിട്ട് ഞങ്ങളെ ഏൽപ്പിക്കണം. എന്നിട്ട് ഞങ്ങൾ അത് നോക്കി വായിച്ച് ഞങ്ങളുടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടല്ലോ, ഞങ്ങൾ പറയും ഞങ്ങൾ റെഡ്യൂസ് ചെയ്യുന്ന ഭാഗം റെഡ്യൂസ് ചെയ്യണം. ഞങ്ങൾ നിർദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ സർക്കാരിന്റെ നിരീക്ഷണത്തിൽ മാത്രമേ ആ സിലബസ് ഞങ്ങൾ തിരഞ്ഞെടുത്താൽ പോലും അത് പഠിപ്പിക്കാൻ പറ്റൂ. നിങ്ങൾക്ക് തോന്നിയതുപോലെ പറ്റില്ല എന്ന്. ഇനിയും നിങ്ങൾ ആ പഠിപ്പിക്കുന്ന കാര്യമുണ്ടല്ലോ, ഞങ്ങള് പറയുന്ന സിലബസ് തന്നെയാണ് പഠിപ്പിക്കുന്നത് ഞങ്ങൾക്ക് ഉറപ്പ് വരണ്ടേ? അതുകൊണ്ട് അതിന്റെ വീഡിയോ എടുക്കണം. ഇതിൽ പരം ഒരു അടി ഇവന്മാർക്ക് കിട്ടാൻ ബാക്കിയുണ്ടാവും. ഉണ്ടാ ഓരോ ക്ലാസ് കഴിയുമ്പോഴും ആ പാഠഭാഗം നിങ്ങൾ ആ ക്ലാസ്സിൽ കയറുന്നത് മുതൽ ഇറങ്ങുന്നത് വരെയുള്ള മുഴുവൻ പാഠഭാഗങ്ങളും നിങ്ങളുടെ നാവിൽ നിന്നും ഏതൊരു വാക്ക് വീണാലും അത് വീഡിയോയിൽ പതിഞ്ഞിരിക്കണം. അത്രയ്ക്ക് സൂക്ഷ്മ നിരീക്ഷണ സൗണ്ട് ക്ലാരിറ്റി ഉള്ള ഡിജിറ്റൽ സിസ്റ്റങ്ങളും ക്യാമറ സംവിധാനങ്ങളും വീഡിയോ സംവിധാനങ്ങളും നിരീക്ഷണങ്ങളും ഏർപ്പെടുത്തി. ഇതിൽ വീഴ്ച വരുത്തിയാൽ 5 വർഷം തടവ്. തൈലമിട്ട് കാക്കാമാര് തടവുന്നതല്ല, ഫ്രാൻസിലെ സൈനികര് തടവിക്കോളും, പോലീസുകാര് തടവിക്കോളും. എന്നിട്ട് 5 വർഷം ജയിലിൽ കിടന്നു കഴിഞ്ഞാല് പൗരത്വവും റദ്ദ് ചെയ്ത് സിറിയയുടെ സെൻട്രൽ കൊണ്ടുപോയി നിർത്തി തരും. അവിടെ നിന്നാണല്ലോ വന്നത്, അവിടെ നിങ്ങൾക്ക് പറ്റൂ, പോയിക്കോ. എന്നിട്ട് ഇമ്മാനുവൽ മാക്രോൺ ഒരു കാര്യവും കൂടി പറഞ്ഞു. ഈ ഫ്രാൻസിലെ മമ്മദല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇമ്മാനുവൽ മാക്രോൺ എന്ന ഞാനാണ്. എങ്ങനെയാ ഇയാൾക്ക് കൈയടിക്കാതിരിക്കുക? അതായത് മദ്രസകളിൽ കുഞ്ഞുങ്ങളെ യഥേഷ്ടം പീഡിപ്പിക്കുന്നത് പോലെ കുറച്ച് തടിയും സൗന്ദര്യവുമുള്ള കുഞ്ഞുമക്കളെ നോക്കി വെച്ച് മദ്രസ വിട്ടുകഴിഞ്ഞാൽ ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് കമിഴ്ത്തിക്കിടത്തി ഇവന്റെയൊക്കെ ലൈംഗിക ആസക്തി തീർക്കുന്നത് പോലെ ഫ്രാൻസിൽ പോയിട്ട് ആ കഴപ്പും കൊണ്ട് പോയിട്ട് കാര്യമില്ല. ഇതുപോലെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകും ഒരു ഭരണാധികാരി ഈ രൂപത്തിൽ ഒരു തീരുമാനമെടുക്കാൻ. നൗഫൽ ഇതിന്റെ വട്ടാണോ? നിന്റെ തന്തക്കാടാ വട്ട്. ഉള്ള കാര്യം പറയുമ്പോ നിനക്കൊക്കെ വട്ടാണെന്ന് തോന്നുന്നു അല്ലേ? മതഭ്രാന്ത് തലയ്ക്ക് പിടിച്ചിരിക്കുന്ന നിന്നോടൊക്കെ പറഞ്ഞിട്ട് എന്താടാ കാര്യം? ഫാരിസ്, നിന്നെ ഊക്കാനാണ് നമ്മളെന്നോ? ഉമ്മായ ഊക്കി കഴിഞ്ഞോടാ? ഉമ്മായം എടുത്തോ നിനക്ക്? പാപ്പായും മോനും ഒരുമിച്ച് ഉമ്മായ വെച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അല്ലേ?
ശരി. മുനീർ എന്താടാ വാപ്പായ ചങ്ങലൊക്കെ ഇട്ടേക്കുവാണെന്നോ? ഉമ്മ ഭ്രാന്തിയാണ് വട്ടത്തിൽ ഇട്ടേക്കുന്നതെന്നോ? അപ്പൊ ഇപ്പൊ നമ്മളോട് പറഞ്ഞിട്ടൊന്നും ചെയ്യാൻ നമുക്ക് പറ്റില്ല. ചങ്ങലൊക്കെ ഇട്ട്. അതായത് ഈ ഭീകരമതം കാരണം സമാധാനത്തോടുകൂടി സാധാരണ രാജ്യത്ത് പോലും മനുഷ്യന് ജീവിക്കാൻ സാധിക്കാതെ വന്നു. യൂറോപ്യന്മാരുടെ മനുഷ്യത്വം കാരണം ഈ ഭീകരമതം ലോകത്തിന് മുഴുവനും ഭീഷണിയാണ് എന്ന യാഥാർത്ഥ്യം ജനങ്ങൾ മനസ്സിലാക്കി. ഇനി അതൊന്നും നടപ്പില്ല എന്ന് ഇവർക്കും ബോധ്യപ്പെട്ടു. കാരണം ജനങ്ങൾ നമ്മുടെ മതം മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. നമ്മള് യൂറോപ്യൻ നവോത്ഥാനത്തെ ഇന്ത്യയുടെ നവോത്ഥാനവുമായിട്ടൊന്നും തുലനം ചെയ്യരുത്. യൂറോപ്പിലെ നവോത്ഥാനം ഭരണകൂടവും മതവും ഒക്കെ വേർതിരിച്ചിട്ടാണ് പോകുന്നത്. നമ്മുടെ രാജ്യം എങ്ങനെ പോകണം അത് ഭരണാധികാരികൾ തീരുമാനിക്കും. അതിനകത്ത് മതം ഒരു ഫാക്ടറിയേ അല്ല. നമ്മുടെ രാജ്യത്ത് അങ്ങനെയല്ല. നമ്മുടെ രാജ്യത്ത് ഇതരത്തെ രാജ്യമൊക്കെയാണ്, മതേതര രാജ്യമൊക്കെയാണ്. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? മതത്തിനാണ് ഇമ്പോർട്ടന്റ്. യൂറോപ്യൻ നവോത്ഥാനത്തിന്റെ അവിഭാജ്യ ഘടകമായിരുന്നു ഒരു കാലത്ത് പ്രൊട്ടസ്റ്റന്റുകാരുടെ മതനവീകരണം. ഫ്രാൻസിലെ മതത്തെ ഭരണകൂടത്തിൽ നിന്ന് പൂർണ്ണമായും അടർത്തി മാറ്റി. പക്ഷെ എന്താ ഇന്നത്തെ ജർമ്മനിയിലെ അവസ്ഥ? ജർമ്മനിയും പഠിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. ഒരുപാട് എണ്ണത്തിനെ വലിച്ചു കയറ്റിയിട്ടുണ്ട്. ഇറ്റലി പഠിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. ശരിക്കും സ്വീഡൻ പഠിച്ചതുപോലെ ഫ്രാൻസ് പഠിച്ചതുപോലെ ഇവർക്ക് നല്ല അടി കിട്ടിയാൽ മാത്രമേ ഇവർ പഠിക്കൂ. ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങളിൽ ഇന്നും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ മതതീവ്രവാദികളുടെ ആറാട്ടാണ്. ഫ്രാൻസ് പോലെയുള്ള കത്തോലിക്ക രാജ്യങ്ങൾ മതത്തിനും മതസ്ഥാപനങ്ങൾക്കുമെതിരായി രാഷ്ട്രം വിഭിന്നമായി നിൽക്കണം എന്ന സങ്കീർണതയേറിയ ഒരു വസ്തുതയുമായി മുന്നോട്ട് പോകുന്നു. രാഷ്ട്രമുണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് മതവും രാഷ്ട്രീയവും ഒക്കെ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മതത്തെ രാഷ്ട്രത്തിൽ നിന്നും വിഭിന്നമായി നിർത്തുന്നു. മതം നിങ്ങളുടെ സ്വകാര്യതകളായിരിക്കണം. മതം സ്വകാര്യമായി നിൽക്കട്ടെ. അതല്ലാതെ ഞങ്ങളുടെ രാഷ്ട്രത്തിലേക്ക് നിങ്ങളുടെ മതത്തെ കൊണ്ടുവരാൻ ശ്രമിക്കണം. ഇനി ഇന്ത്യയിലെ അവസ്ഥ എടുക്ക്. ബംഗാള്, മഹാരാഷ്ട്ര, ആന്ധ്ര, തമിഴ്നാട്, കേരളം, എവിടെയാ നവോത്ഥാനം എത്തി നിൽക്കുന്നത്? മതനവീകരണം എവിടെയാ എത്തി നിൽക്കുന്നത്? ജാതി വിരുദ്ധ പ്രസ്ഥാനങ്ങളുണ്ട്, മതവിരുദ്ധ പ്രസ്ഥാനങ്ങളുണ്ട്. ഇവരെ മതത്തെയാണ് വളർത്തിക്കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. എവിടെയും വളരുന്നത് മതമാണ്. ഇന്ത്യയുടെ സവിശേഷമായ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക പരിതസ്ഥിതി നമ്മൾ സ്കൂളുകളിലൂടെ പഠിച്ചു. നമ്മൾ ഒരു ബഹുസ്വരതയാണ്. നമ്മൾ നാനാത്വത്തിൽ ഏകത്വം. നമ്മൾ എല്ലാ വർണ്ണങ്ങളെയും ഉൾക്കൊള്ളുന്ന, എല്ലാ മതവിഭാഗങ്ങളെയും, എല്ലാ മതവിഭാഗങ്ങളുടെ സാംസ്കാരികതയെയും ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇതിനെ തകർക്കാൻ മതവുമായി നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് തടസ്സമായി വന്നതാരാണ്? എല്ലാ കാലത്തും ഇവര് തന്നെയാണ് മുറിയന്മാർ. നമുക്ക് ജാതി വിരുദ്ധ പ്രസ്ഥാനങ്ങൾ വേണമെന്നതിന് പകരമായി മതത്തിന്റെ ഏറ്റവും പ്രാകൃതമായ ഗോത്ര ആചാരങ്ങളെ പോലും ഉൾക്കൊള്ളുന്ന രൂപത്തിൽ, അതിനെ പോലും നിലനിൽക്കുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. നമുക്കറിയാം, യുക്തിവാദ പ്രസ്ഥാനങ്ങളൊക്കെ വളരെ വേഗത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ വളർന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ആളുകൾക്ക് വെളിവ് വെച്ചു. മഹാരാഷ്ട്ര, തമിഴ്നാട്, കേരളം ഇവിടെയൊക്കെ വിശേഷിച്ചു യുക്തിവാദികൾ ഒരുപാട് നവീകരണം മുന്നോട്ട് കൊണ്ടു. നമുക്കറിയാം, യുക്തിവാദ പ്രസ്ഥാനങ്ങൾ എത്രയോ കൊല്ലങ്ങളായിട്ട് ഇവിടെയുണ്ട്. പക്ഷേ എസൻസ് പോലെ ഒരു പ്ലാറ്റ്ഫോമില് എന്തെല്ലാം ശാസ്ത്രം വേണോ, കല വേണോ, കായികം വേണോ, നവോത്ഥാനം വേണോ, ആനുകാലികം വേണോ, മതം വേണോ, രാഷ്ട്രം വേണോ, രാഷ്ട്രീയം വേണോ, എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും അതാതു വിഷയങ്ങളെ കുറിച്ച് പറയാൻ, മനസ്സിലാക്കി തരാൻ, പ്രഭാഷണം നടത്താൻ ഏബിളായിട്ടുള്ള, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ തെരഞ്ഞെടുത്ത് ജനങ്ങളുടെ മധ്യത്തിൽ കൊണ്ടുവന്ന് നിർത്തി. നിങ്ങൾക്ക് ചോദിക്കാം, സംവദിക്കണോ? സംവദിക്കാം. അപ്പോ നമ്മുടെ ഈ സ്വതന്ത്ര ഭാരതത്തിൽ, പ്രത്യേകിച്ച് ഈ കേരളക്കരയിൽ
നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത് തന്നെ യുക്തിവാദ പ്രസ്ഥാനങ്ങളാണ്. കാരണം മറ്റെല്ലാ മതവിഭാഗങ്ങൾക്കും മതത്തെ വളർത്താനായിരുന്നു താല്പര്യം. കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനം എടുക്ക്, ക്രിസ്ത്യൻ നവോത്ഥാനം എടുക്ക്, ഹൈന്ദവ നവോത്ഥാനം എടുക്ക്, അതായത് ജനങ്ങളിൽ എങ്ങനെയാണ് തീവ്രമായ മത മൗലികവാദം വളർത്തേണ്ടത്. ഒരു പക്ഷേ ഈ അക്രമ, തീവ്രവാദ, ഭീകരത ഒക്കെ വളർത്തുന്നതിന് വേണ്ടിയുള്ള ബീജം, തീവ്രവാദത്തിന്റെ ബീജം ഈ കേരളക്കരയിൽ മുഴുവനും സ്പ്രെഡാക്കിയത് ഇസ്ലാം മത തീവ്രവാദ സംഘടനകളും ആ ചിന്തകരുമാണ്. എല്ലാ സംഘടനകളും ഒരു സംഘടനയെ ബാൻ ചെയ്യുമ്പോഴുടനെ പുതിയ ഒരു സംഘടന ഉടലെടുക്കുകയാണ്. എന്തിന്? രാഷ്ട്രത്തിന്റെ നവോത്ഥാനമല്ല അവരുടെ ലക്ഷ്യം. ഈ രാഷ്ട്രത്തിന്റെ നവോത്ഥാനത്തിന്റെ കടക്കൽ കത്തിവെച്ച് അവിടെ ഇസ്ലാം മത രാഷ്ട്രം സ്ഥാപിക്കണം എന്ന ഒരു സ്വപ്നവുമായിട്ടാണ് ഇവരിത്തരം സംഘടനകളുമായിട്ട് യോജിച്ചു പോകുന്നത് തന്നെ. അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിന്റെ പോക്ക്. മദ്രസകളിലൂടെ കുഞ്ഞുങ്ങളെ ഇത്തരം തീവ്രവാദങ്ങൾ പഠിപ്പിക്കുന്നു. മദ്രസ മുതൽ തുടങ്ങണം ഇതിന്റെ ചികിത്സ. മദ്രസകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടി മദ്രസയുടെ ആ പടി ചവിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഒരു സൈക്കിൾ എടുക്കുകയാണ്. RSS പട്ടികളെ, ഒരു 6 വയസ്സുകാരൻ അതല്ലെങ്കിൽ ഒരു 8 വയസ്സുകാരന്റെ നാവിൽ നിന്നും വരുന്ന വാചകങ്ങൾ എവിടെ നിന്ന് കിട്ടുന്നു? ഇത് അവസാനം മദ്രസയിൽ നിന്ന് പഠിച്ചിറങ്ങിയ പാഠഭാഗമാണിത്. എവിടെ മുതൽ തുടങ്ങുന്നു? വിഷം കുത്തിവെക്കാൻ ഫ്രാൻസ് പഠിക്കണ്ടേ? സ്വീഡൻ പഠിക്കണ്ടേ? ജർമ്മനിയും ഇറ്റലിയും പഠിക്കണ്ടേ? നോർവേ, മറ്റ് സ്കാൻഡിനേവിയൻ കൺട്രീസ് ഒക്കെ പഠിക്കണ്ടേ കാര്യങ്ങൾ? ഇത്തരം അനുഭവങ്ങൾ ഇവിടെ നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കും ബോധ്യപ്പെടും. ഇവരെ വലിച്ചു കയറ്റിയ എല്ലാ രാജ്യങ്ങളും ഇന്ന് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു നിശ്ചിത തോതുവരെ നമ്മുടെ മൃദു സമീപനം കാരണമാണ്. ഇനിയും ഇതുവരെ സ്വീകരിച്ച അതേ മൃദു സമീപനം തന്നെയാണ് ഈ തീവ്രവാദങ്ങളോടും ഭീകരതകളോടും നമ്മൾ തുടർന്നും സ്വീകരിക്കുന്നതെങ്കിൽ നമ്മുടെ കാര്യം പോക്കാണെന്ന് ഈ സ്വതന്ത്ര ഭാരതം ഇനി എന്നാ മനസ്സിലാക്കുന്നത്? 9 വയസ്സുകാരനായ ഒരു കുട്ടി ഒരു മുതുകാലന്റെ തോളിലിരുന്ന് വിളിച്ചു പറയുക, അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തുവെച്ചോളൂ, ഒന്നുകൂടെ മറന്നടാ, കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തുവെച്ചോളൂ, വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ. ഈ കുട്ടിക്ക് എവിടെ നിന്ന് കിട്ടി ഈ പരിജ്ഞാനം? ഈ പ്രാസമൊപ്പിച്ചൊരു മുദ്രാവാക്യം എഴുതാനും ഇത് കാണാതെ പഠിച്ച് ഈ രൂപത്തിൽ വിളിച്ചു കൂവാനും ഈ കുട്ടിക്ക് എവിടെ നിന്നാണ് ഈ പരിജ്ഞാനം കിട്ടിയത് എന്നൊന്ന് ചിന്തിച്ചാൽ മതി. നിങ്ങൾക്ക് മനസ്സിലാകും എവിടെ നിന്നാണ് ഈ പരിജ്ഞാനം വരുന്നത്. ഈ കുട്ടിയുടെ വാപ്പ പറഞ്ഞു അവൻ സ്വയം പഠിച്ചതാണെന്ന്. അങ്ങനെയാണെങ്കിലും പഠിപ്പിച്ച 35 പേരെ NIA പൊക്കിയിട്ടുണ്ട്. പഠിപ്പിച്ചതാണെങ്കിലും ഈ വിദ്യാഭ്യാസം നമ്മുടെ നാടിന്റെ മതേതരത്വത്തിന് ആപത്താണ്. ബാബരിയിലും സുജൂദ് ചെയ്യും, ഗ്യാൻവാപ്പിയിലും സുജൂദ് ചെയ്യും, പാകിസ്ഥാനിലും പോകൂല, അഫ്ഗാനിലും പോകൂല. പോകുന്നുണ്ടെങ്കിൽ 6 അടി മണ്ണിലേ പോകുള്ളൂ. ഈ കുട്ടിയുടെ മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും ടെലികാസ്റ്റ് ചെയ്യാൻ പോലും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് ഭയമായിരുന്നു. എതിർഭാഗത്ത് പോപ്പുലർ ഫ്രണ്ട് ഭീകരരായതുകൊണ്ട് 1400 വർഷങ്ങളായി ഈ ഭീകര ഇസ്ലാമിനെയാണ് കേരളത്തിൽ അപകടകരമായ സാഹചര്യങ്ങളിലൂടെ ഈ വിഭാഗം വളർത്തിക്കൊണ്ടുവരുന്നത്. ഇതൊരു പക്ഷേ ഒരു 10-30 വർഷങ്ങൾക്കിടയിലായിരിക്കും കേരളം ഇത്രമാത്രം തീവ്രതയുടെ ഈറ്റില്ലമായി മാറിയത്. ഇന്നത്തെ ഇസ്ലാം മതവർഗീയത എന്ന വിഷം കൊണ്ടു നടക്കുന്ന മുസ്ലിങ്ങൾ മനസ്സിലാക്കണം, ഈ 30 വർഷത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു കേരളത്തിലെ മുസ്ലിങ്ങൾ, എങ്ങനെയായിരുന്നു കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും. ഈ മാറ്റം, ഞാൻ വേറെയാണ്, എന്റേതു വേറെയാണ്, നീ വേറെയാണ്, നിന്റേതു വേറെയാണ്. നമ്മുടെ മക്കളുടെ കൂട്ടുകാരുടെ ജാതിയും മതവും പോലും നോക്കാൻ നമ്മൾ നിർബന്ധിതരായത് ഈ അപകടകരമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ്. കൊച്ചുമക്കളിൽ നിർബന്ധിതമായ മതപഠനം
മതപരിവർത്തനം. എം അക്ബറിന്റെ പീസ് സ്കൂളില് 7 വയസ്സുള്ളവനെ പഠിപ്പിക്കുന്നത് നിന്റെ അടുത്തിരിക്കുന്ന കുഞ്ഞിനെ, നിന്റെ അടുത്തിരിക്കുന്ന നിന്റെ സഹപാഠിയെ എങ്ങനെ മതം മാറ്റാം എന്നാണ്. നിന്റെ അടുത്തിരിക്കുന്ന സഹപാഠിയായ നിന്റെ കൂട്ടുകാരൻ, 2ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ, അവനെ എങ്ങനെ മതം മാറ്റാം. അത് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ABCD എന്നൊക്കെയുണ്ട്. അതിനെ എം അക്ബർ ലളിതവൽക്കരിച്ചു, ഇത് അപ്രോപ്രിയേറ്റ് ആണെന്ന് പറഞ്ഞിട്ട്. 1, കഴുത്തിൽ നിന്നും കൊന്തയും നൂലും അഴിച്ചു മാറ്റണം, നെറ്റിയിലെ ചന്ദനക്കുരി തുടച്ചു മാറ്റണം. 2, മുസ്ലിം പേര് സ്വീകരിക്കണം, ഷഹാദ സ്വീകരിക്കണം, ഹലാൽ ഫുഡ് കഴിക്കണം, അമുസ്ലിം മാതാപിതാക്കളിൽ നിന്നും ഓടി രക്ഷപ്പെടണം. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കപ്പെടുവാണ്. നമ്മുടെ നാടിന്റെ